നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയ ഒരു കാൽവെപ്പായി നീണ്ടകര മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂടൈൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിക്ക് തുടക്കം. മാരിടൈം എക്സ്പീരിയൻസ് സെന്റർ, മാരിടൈം മ്യൂസിയം, ചെറിയ കപ്പലുകൾ നിർമ്മിക്കുന്ന ഷിപ്പ്യാർഡ് എന്നിവയും ഒരുക്കും. സാമൂഹിക ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ. KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയർ കൊട്ടാരക്കരയിൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയ ഒരു കാൽവെപ്പായി നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റിന്റെ ആദ്യ PPP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയൊരു കാൽവെപ്പായി മാറുകയാണ് നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ഈ പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. സുതാര്യമായ ടെൻഡർ പോർട്ടൽ വഴി 60 അംഗ കൺസോർഷ്യത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കാനുള്ള സമ്മതപത്രം കൺസോർഷ്യത്തിന് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരപത്രത്തിന്റെ കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ചരിത്രത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമ്പോൾ പ്രധാനമായിട്ടും pre-C post-C കോഴ്സുകൾ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ വലിയ ഏർലി സ്റ്റേജ് ഒരു സ്റ്റാങ്കുമാർക്കെല്ലാം ലൈസൻസിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. ഇപ്പം കൊടുങ്ങല്ലൂർ ഇതിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാങ്കുമാർ, അതിന്റെ എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നവർ, ഇവർക്കുള്ള ബേസിക് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രം ആ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചത്. പിന്നീടാണ് അതിന്റെ ഹയർ ലെവലിലേക്ക് pre-C post-C കോഴ്സുകൾ ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2013-14 കാലഘട്ടത്തിൽ അന്നത്തെ ഇതിന്റെ കോൺട്രാക്ടറും അതുപോലെ കൺസൾട്ടന്റും പിന്നെ എഞ്ചിനീയറിംഗ് ഭാഗവും ഹാർബർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണം. മാരിടൈം ബോർഡ് ചെയർപേഴ്സൺ NS പിള്ള അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് ഏവർക്കും, നിങ്ങളെല്ലാ ഭൂരിപക്ഷവും ഈ നാട്ടുകാരാണ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ഗവൺമെന്റ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്യമ ശ്രമത്തിലാണ്. ഏതാണ്ട് 2014 നിർമ്മാണം ആരംഭിച്ച് ഏകദേശം 40 കോടി രൂപയോളം ചെലവഴിച്ച് ഇന്ന് കഴിഞ്ഞ 12 വർഷമായി നിഷ്ക്രിയമായി കിടക്കുകയാണ് ഈ ആസ്തി. യഥാർത്ഥത്തിൽ CRZ ഉൾപ്പെടെ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ അതോറിറ്റിയുടെ പെർമിഷൻ ഉൾപ്പെടെ വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ സ്ഥാപനം അന്നത്തെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് കേസിൽ പലതരത്തിലുള്ള വ്യവഹാരത്തിൽപ്പെടുകയും നിർമ്മാണത്തിൽ കരാറുകാരും ഉപകരാറുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കേസും വഴക്കുമായി ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ ഈ വലിയ പശ്ചാത്തല സൗകര്യം നിഷ്ക്രിയമായി. ഇനി ഇത് തുടർന്നിരുന്നെങ്കിൽ ഇതെല്ലാം മണ്ണടിയുന്ന സ്ഥിതിയിലാണ്. കൈമാറാതെ ഗവൺമെന്റിന്റെ കയ്യിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് 30-45 വർഷവും ഗവൺമെന്റ് തന്നെ ഉടമസ്ഥനായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഒരിക്കലും ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്തായി മാറ്റുക എന്നുള്ള ആക്ഷേപത്തിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വിനീതമായി പറയാനുള്ളത്, ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ചോദിച്ചാൽ വ്യക്തമായി നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്ഷേപം ഈ കാണുന്ന ഈ രൂപത്തിൽ കാണുന്ന മൊത്തം പ്രോപ്പർട്ടി മാത്രം. ഷമീർ താഴെപ്പീടികയിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിജാനിൽ, ഷേർലി ഹെൻറി, ഷൈൻഹേക്ക്, സജികുമാർ, രാജു നായർ, ക്യാപ്റ്റൻ അശ്വനി പ്രതാപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRDയിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണെന്നും മന്ത്രി പറഞ്ഞു.
അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയറിന്റെ ഉദ്ഘാടനം കൊട്ടാരക്കര കില CHRDയിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സെന്റർ ഉണ്ടാവുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ കൂടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇത് വിപുലമായി ഭാവിയിൽ വളരാൻ പോകുന്ന പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാം ആത്മവിശ്വാസമുണ്ട്. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണ്. സാമൂഹിക ഇടപെടലുകളും നിയമരംഗത്തെ പാണ്ഡിത്യവും ചർച്ച ചെയ്യാനും ആവശ്യമായ രേഖകൾ ശേഖരിക്കാനുമുള്ള ഇടമായി ഇവിടം വളരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിടുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ശ്രീ പ്രകാശ് രാജിനെ പോലുള്ള ആളുകളോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഭരണഘടന ഒരു സമരായുധമാണ്. ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് എല്ലാവരിലും ബോധമുണ്ടാക്കുക എന്നത് ഇന്ന് അനിവാര്യമാണ്. അപ്പോൾ ഈ ഭരണഘടനയെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തെ, ദ ഐഡിയ ഓഫ് ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഒരു ആയുധമായി ഉപയോഗിക്കാനാവും. We need to take an oath to say this country will not be Hindi Rashtra or Hindu Rashtra. No. This country, the people of this country will not go ahead with any religious books, whether it is Bhagavad Gita, Ramayana, Mahabharata, Bible or Quran. We will go through only Constitution. Because Constitution is the only hope for a new India. Constitution is the only verdict which will let all languages, the federal system, the brotherhood, equality and way ahead. So when we read Constitution, when we talk about Constitution, you should understand the pain which etched the Constitution. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കളം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ. ഐഷ പോറ്റിയുടെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് UDF. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ ഐഷ പോറ്റിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച UDF പ്രവർത്തകർ. ഈ രണ്ട് വാർഡുകളുടെയും തുടക്കം, രണ്ട് നിയോജകമണ്ഡലം തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പം അതുകൊണ്ട് സംഗമ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഈ പ്രചരണ ബോർഡ് സ്ഥാപിച്ചത് അത് തന്നെ. കുണ്ടറ നിയോജക മണ്ഡലവും കൊട്ടാരക്കര നിയോജക മണ്ഡലവും ഒത്തുചേരുന്ന പഴയ ഫയർഫോഴ്സ് ജംഗ്ഷനിലാണ് 35 അടി നീളവും 10 അടി വീതിയുമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കുണ്ടറയുടെ പരിധി തീരുന്ന ഭാഗത്ത് മഞ്ഞയും ബ്രൗണും കലർന്ന പശ്ചാത്തലത്തിൽ PC വിഷ്ണുനാഥിന്റെ ഫോട്ടോയും, കൊട്ടാരക്കര മണ്ഡലം ആരംഭിക്കുന്ന ഭാഗത്ത് വെള്ളയും നീലയും കലർന്ന പശ്ചാത്തലത്തിലുമാണ് ഐഷ പോറ്റിയുടെ ഫോട്ടോ പതിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇന്ന് ആസന്നമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപനങ്ങൾക്ക് വരും മുന്നേ ഞങ്ങൾ എഴുകോൺ നിയോജകമണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളൊരു കൂറ്റൻ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. 35 സൈസ്. അപ്പോ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 വാർഡുകളുടെയും സംഗമസ്ഥാനമാണ്. 2 മണ്ഡലങ്ങളുടെയും, അതായത് കൊട്ടാരക്കര നിയോജകമണ്ഡലം ഐഷ പോറ്റിയുടെയും കുണ്ടറ നിയോജകമണ്ഡലത്തിന്റെ സാരഥിയായിട്ടുള്ള PC വിഷ്ണുനാഥിന്റെയും 2 വാർഡ് നിയോജകമണ്ഡലം സംഗമസ്ഥാനമാണ്. ഇതിനപ്പുറത്തോട്ട് ഈ പ്രദേശങ്ങളിൽ കുണ്ടറ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും ഇങ്ങോട്ട് മാറി അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ഐഷ പോറ്റിയുടെ. അപ്പം അതിന് മുന്നോടിയായി പ്രചരണങ്ങൾക്ക് ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും ഞങ്ങളെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിലെയും കുണ്ടറ നിയോജകമണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ഞങ്ങൾ പ്രചരണത്തിന് ആരംഭം കുറിക്കുന്ന ഈ ഒരു പ്രസ്തുത വേളയിൽ അതിന്റെ ഭാഗവത്താവാൻ ഞങ്ങൾ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. സാമൂഹിക ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയായിരുന്നു ധർണ. സാമൂഹ്യക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു ധർണ. CPIM അഞ്ചൽ ഏരിയ സെക്രട്ടറി D വിശ്വസേനൻ ഉദ്ഘാടനം ചെയ്തു. ആ തുകയിൽ 630 കോടി രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ
ശിവദാസൻ MP, KSKTUവിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ S. ശിവദാസൻ MP ചോദിച്ച ചോദ്യത്തിന് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി പറഞ്ഞത് കേരളത്തിലെ കുടിശ്ശിക തരുന്ന കാര്യം ആലോചിക്കാമെന്ന് പോലും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇനി കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ വിഹിതം മേലിൽ കേരളത്തിന് നൽകില്ല എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായ വിഷയം. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ആ തിരുത്തപ്പെടുന്നതിനാവശ്യമായി ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവർ, വിധവാ പെൻഷൻ ലഭിക്കുന്നവർ, കർഷക തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നവർ, അവിവാഹിതരായ സഹോദരിമാർ മേടിക്കുന്ന പെൻഷൻ അടക്കം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനോട് കേന്ദ്ര ഗവൺമെന്റ് എന്നും മുഖം തിരിഞ്ഞു നിന്നിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ KSKTUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ പോസ്റ്റ് ഓഫീസ് പടിക്കലും പ്രതിഷേധം നടത്തിയത്. S. ബിജു, രാമൻകുട്ടി, B. രാജീവ്, സോമശേഖരൻ, സജീവൻ, രത്നാകരൻ, നിമ്മി അബ്രഹാം, മിനി വർഗീസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. സംസ്ഥാന സെക്രട്ടറി മാരിയത്ത് ബീവിക്ക് പരിക്കേറ്റു. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്കാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഫാത്തിമ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞു. തുടർന്ന് നടത്തിയ മാർച്ച് KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രക്ഷോഭണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളതിന്റെ ഇടയായ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്തനാപുരത്തിന്റെ MLA, നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെതിരായി പരാതി ഉന്നയിച്ചിരിക്കുന്നു. പരാതി ഒന്നും പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യമാണ്. അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ വാളകത്തുള്ള ഗണേഷ് കുമാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്നാണ് ഭാര്യ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇന്നിപ്പോ ഞാനിങ്ങോട്ട് വന്നപ്പോ അവസാനമായി കേട്ടത് ഈ കുട്ടികൾ കളിക്കുമ്പോ അമ്പാലിടുന്നത് പോലെ അവർ തമ്മിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഗണേഷ് കുമാർ ഭാര്യയെ കിട്ടാഞ്ഞ് ഭാര്യയുടെ സഹോദരിയെ വിളിച്ച് ക്ഷമ പറഞ്ഞു. ഭാര്യ ഇപ്പോ പറയുന്നു എനിക്ക് യാതൊരു പരാതിയുമില്ല, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇതെന്തൊരു നാടാണ്? ഇവിടെ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് പരാതിയുണ്ടോ, ഗണേഷ് കുമാറിന് പരാതിയുണ്ടോ, അവര് തമ്മിൽ പൊരുത്തപ്പെട്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഗണേഷ് കുമാർ ഒരു മന്ത്രിയാണ്. മന്ത്രി എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയാണ്. ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ അംഗമായ ഒരാളെ കുറിച്ചാണ് അയാളുടെ ഭാര്യ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പരാതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞതല്ല, അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ പാർട്ടി എന്താണെന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒറ്റയാൾ പട്ടാളമാണ്. പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാരിയത്ത് ബീവി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് U. വഹീദ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബ സുദർശൻ എന്നിവർക്ക് പരിക്കേറ്റതായി മഹിളാ കോൺഗ്രസ് ആരോപിച്ചു. പരിക്കേറ്റ മാരിയത്ത് ബീവിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുനിത സലീംകുമാർ, പ്രഭ, ജലജ, സുവർണ, ഷീജ, ആശ, ശശികല, ശോഭ പ്രശാന്ത്, മഞ്ജു, സബീന, ഹക്കീമ, നസീഹ, റഹ്മത്ത്, സിന്ധുഗോപൻ, ഇന്ദിര, ആതിര, ജയശ്രീ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വകാര്യവൽക്കരണത്തിനെതിരെ UDF നടത്തിയ മാർച്ചിൽ സംഘർഷം. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂട്ടൈൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. നീണ്ടകര കേരള മാരിടൈം ബോർഡിന്റെ മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂട്ടൈൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കാണ് UDF പ്രവർത്തകർ മാർച്ച് നടത്തിയത്.
മാരിടൈം ബോർഡിന്റെ സ്വകാര്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു UDFന്റെ മാർച്ച്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കൂടുതൽ UDF പ്രവർത്തകർ രംഗത്ത് വന്നതോടെ ശക്തമായ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പിന്നീട് നേതാക്കൾ രംഗത്തെത്തിയാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. RYF നേതാവ് S. ലാലു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ ഇവിടെ നിന്ന് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അത്യന്താധുനികമായ പുതിയ ടെക്നോളജി പഠിക്കുവാൻ, ഇവിടെ താമസിച്ചു പഠിക്കുവാൻ വേണ്ട കാഴ്ചപ്പാടോടുകൂടി ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ 10 വർഷക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്നത് പോട്ടെ, അടുത്ത UDF ഗവൺമെന്റ് വരുമ്പോൾ ഇത് തുറക്കും. പക്ഷേ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് ഈ സ്ഥാപനം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വിൽക്കാൻ പോകുന്നു. ഇപ്പോൾ CPM കേരളത്തിൽ ആകമാനം ചെയ്യുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലാഭകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്ത് പരിപാടി ഉണ്ടായാലും CPMന്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊട്ടേഷൻ കൊടുക്കും. UDFന്റെ വിവിധ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. സ്വകാര്യവൽക്കരണത്തിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസിന്റെയും RSPയുടെയും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി തുടങ്ങി. ഓങ്കോളജി, റുമറ്റോളജി, ന്യൂറോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ചികിത്സ ഇനി മുതൽ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ അറിയിച്ചു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി തുടങ്ങി. ഓങ്കോളജി, റുമറ്റോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ചികിത്സ ഇനി മുതൽ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികളെത്തുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിനായി നഗരസഭാ കൗൺസിൽ പ്രമേയം പാസാക്കി ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സ്പെഷ്യലിസ്റ്റ് തസ്തികകൾ അനുവദിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ MA രാജഗോപാൽ പറഞ്ഞു. നമ്മുടെ കിഴക്കൻ മലയോര മേഖലയിലെ പാവപ്പെട്ട ഒരുപാട് രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. നമ്മുടെ സംസ്ഥാന സർക്കാർ താലൂക്ക് ആശുപത്രികളുടെ ഒരു നിലവാരം ഉയർത്തുന്ന ഒരു പ്രോസസ് പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ എടുത്തത് പുനലൂർ താലൂക്ക് ആശുപത്രിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പുനലൂരിന് തന്നെ ഒരു അഭിമാനമാണ് ഈ ആശുപത്രി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി മാർഗരേഖയിൽ ഈ പുനലൂർ താലൂക്ക് ആശുപത്രി പോലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ആശുപത്രികളും മാറുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് രേഖപ്പെടുത്തിയിരുന്നതാണ്. പക്ഷേ വലിയ തോതിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് താലൂക്ക് ആശുപത്രിയുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം പൊതുവെ ഞങ്ങൾ അംഗീകരിക്കാം. അതിൻ്റെ കാരണം ഒരു താലൂക്ക് ആശുപത്രിയുടെ സ്റ്റാഫ് സ്ട്രെങ്താണ് പൊതുവെ നമുക്കുള്ളത്. എന്നാൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ആ പ്രതീക്ഷ കൂടി നിലനിർത്താൻ വേണ്ടി വലിയ നിലയിലുള്ള ഒരു ഇടപെടലാണ് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നടത്തി വരുന്നത്. മെഡിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ ഡോക്ടർ അഖിലിന്റെ സേവനം ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലും, റൊമറ്റോളജി വിഭാഗത്തിൽ ഡോക്ടർ രേഷ്മ രവീന്ദ്രന്റെ സേവനം ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും, ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർ അജിത് ഡേവിഡ് തമ്പിയുടെ സേവനം തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും, യൂറോളജി വിഭാഗം ഡോക്ടർ സുനിൽകുമാറിന്റെ സേവനം ചൊവ്വ, വെള്ളി, ശനി ദിവസങ്ങളിലും ലഭ്യമാകും. താലൂക്ക് ആശുപത്രി പുനലൂരിൽ 2 ദിവസം വരുന്നുണ്ട്. ട്യൂസ്ഡേയും ചൊവ്വാഴ്ചയും ഫ്രൈഡേ വെള്ളിയാഴ്ച ദിവസങ്ങളിലും. റുമറ്റോളജി വിഭാഗം എന്ന് പറയുന്നത് ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്നൊരു വിഭാഗമാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി അതിന് തകരാറുണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ അത് ഒരു 150-ലേറെ രോഗങ്ങളുണ്ട്. അതിൽ തന്നെ
ഏറ്റവും കൂടുതൽ സാധാരണമായി കാണുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത്. അതുകൂടാതെ സ്പോണ്ടിലോ ആർത്രൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളുണ്ട്. പിന്നെ വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് എന്ന് പറഞ്ഞ ലൂപ്പസ് അഥവാ SLE എന്ന് പറയുന്ന രോഗം, സ്ക്ലീറോഡെർമ, മയോസൈറ്റിസ്, വാസ്കുലൈറ്റിസ്. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ആർത്രൈറ്റിസ് ഗണത്തിൽ വരുന്ന ഗൗട്ട്, യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അത് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അതിൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സന്ധി വേദനയാണ്. സന്ധി എന്ന് പറയുന്ന രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഒരു ഭാഗത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. അവിടെ വരുന്ന നീർക്കെട്ട്, അതിലുണ്ടാകുന്ന വേദന, രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന മുറുകിപ്പിടുത്തം, അതായിരിക്കും ഏറ്റവും സാധാരണമായി കാണുന്ന ലക്ഷണം. ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം വളരെയധികം കൂടുകയാണ്. ഏറ്റവും അധികം എല്ലാവരും ഭയപ്പെടുന്ന ഒരു അസുഖമാണ്. കിഴക്കൻ മലയോര മേഖലയിൽ ക്യാൻസർ സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് ട്രീറ്റ്മെൻറ്റ്. ഈവൻറ്റോ നമുക്ക് നമ്മുടെ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലൊരു ഓങ്കോളജി OP ഒക്കെ റൺ ചെയ്യുവാണെങ്കിൽ പോലും മിക്ക രോഗികളും ആവശ്യങ്ങൾക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിനെ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമീപിക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഇവിടെ നമുക്ക് എല്ലാത്തരം ക്യാൻസറും ഇൻക്ലൂഡിങ് ബ്ലഡ് ക്യാൻസർ അടക്കമുള്ള രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് KSU മാർച്ച്. പത്തനാപുരം KSRTC ഡിപ്പോയ്ക്ക് സമീപം ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മന്ത്രിയുടെ പത്തനാപുരത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. പത്തനാപുരം KSRTC ഡിപ്പോയ്ക്ക് സമീപം ആരംഭിച്ച മാർച്ച് മന്ത്രിയുടെ വസതിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. അല്ല, അവൻ കേരള കോൺഗ്രസ് അവന്റെ നമ്പർ ഞങ്ങൾക്കറിയാം. ഗണേഷ് കുമാറിന്റെ ഗുണ്ടയാണ്. ബാരിക്കേഡ് മറികടന്ന KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ ഉൾപ്പെടെ 12ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KB ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരവും സാംസ്കാരിക കേരളത്തിനും ഇടതുപക്ഷ സർക്കാരിനും അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് നയിച്ച ഇമെയിൽ സന്ദേശത്തിന്റെ പേരിൽ കേരളത്തിനകത്തൊരു ജനപ്രതിനിധിക്കെതിരെ കേസെടുത്തൊരു സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സർക്കാർ പറഞ്ഞത് എന്താ? ഞങ്ങൾ അതിനെ വളരെ ശക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ കേസിൽ അത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നില്ല? മന്ത്രിക്കെതിരെയുള്ള കേസെടുക്കേണ്ടത്, പ്രദീപിനെതിരെയുള്ള കേസെടുക്കേണ്ടത്, ശാന്തനെതിരെയുള്ള കേസെടുക്കേണ്ടത്, മനോജിനെതിരെയുള്ള കേസെടുക്കേണ്ടത്. പ്രദീപനും ശാന്തനും മനോജിനുമെതിരെ കേസെടുത്താൽ നേരത്തെ മന്ത്രിയുടെ ഭാര്യ പറഞ്ഞ ആ ചിത്രങ്ങൾ വേണ്ടി വന്നാൽ ഒരുപക്ഷെ ഈ സ്റ്റാഫ് പോലും പുറത്തുവിടുമെന്നുള്ള ഭയം കൊണ്ടാണോ അവർക്കെതിരെ കേസെടുക്കാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇന്ന് മന്ത്രി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു. തിരുവനന്തപുരത്ത് പോയി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾക്ക് വിധേയനായ ഒരു മന്ത്രിയെ കൂടെയിരുത്തി ആ ക്യാബിനറ്റ് യോഗത്തിലിരുന്ന് മീറ്റിംഗ് കൂടാൻ വേണ്ടി സാധിക്കുന്നത്? എന്നിട്ട് ആ ക്യാബിനറ്റിലിരുന്ന് ആ കേരളം സ്ത്രീ സുരക്ഷിതമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ, യദുകൃഷ്ണൻ, പവിജ പത്മൻ, ചൈത്രാടി തമ്പാൻ, അനീഷ് ഖാൻ, അജു ജോർജ്, ശിവകുമാർ, രതീഷ് കുറ്റിയിൽ, സൂര്യനാഥ്, പ്രിയങ്ക ഫിലിപ്പ്, സൈജു വർഗീസ്, അനീഷ് വർഗീസ്, അജിത് ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടാണ് കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയത്.
പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി MM സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കിട്ടാത്ത പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വന്തം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ കേരളത്തിൽ മാറുകയാണ്. കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും നീതി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നിയമ സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് സ്ത്രീകൾക്ക്. സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാർ, ഇതെല്ലാം കണ്ട് മൗനീഭാവയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഈ മന്ത്രിസഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മിസ്റ്റർ വിജയൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ തുറന്നു പോകാമെന്ന്, ഈ തരത്തിൽ തുറന്നു പോകാമെന്ന് ധരിച്ചാൽ അത് തെറ്റാണ്. തുഗ്ലക് ഭരണ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിശക്തമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തെരുവുകളിൽ നിങ്ങളെയും KV ഗണേഷ് കുമാറിനെയും നേരിടും എന്നീ അവസരത്തിൽ സൂചിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സയ്യിദ് അലി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ മുൻ മേൽശാന്തി അറസ്റ്റിൽ. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത് നമ്പൂതിരി വഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്ത ശേഷം അതേ ക്ഷേത്രത്തിൽ പിന്നീട് കവർച്ച നടത്തിയ കേസിലാണ് മേൽശാന്തി അറസ്റ്റിലായത്. കൊട്ടാരക്കര വെട്ടിക്കവല സ്വദേശി സജിത് നമ്പൂതിരിയാണ് അറസ്റ്റിലായത്. കൊല്ലം അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് സജിത് നമ്പൂതിരി മോഷണം നടത്തിയത്. വഞ്ചികൾ കുത്തിത്തുറന്നാണ് മോഷണം നടത്തിയത്. 2 മാസത്തിന് മുന്നേ രാത്രി ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി 11:30 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന 2 കാണിക്ക വഞ്ചികൾ മോഷ്ടിക്കുകയും കൂടാതെ താഴെ ദേവീക്ഷേത്രത്തിലുണ്ടായിരുന്ന ശ്രീകോലിനുള്ളിലുണ്ടായിരുന്ന കാണിക്ക വഞ്ചി, ശ്രീകോൽ തുറന്ന് കാണിക്ക വഞ്ചി പുറത്തെടുത്ത് അത് അപഹരിക്കാൻ ശ്രമിക്കവേ പരിസരത്തുണ്ടായിരുന്ന ഞങ്ങൾ കുറച്ച് പേർ പട്ടികളുടെ കുടകേറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇതുപോലെ അകാരണമായി ഒരു സ്റ്റീൽ വഞ്ചി താഴെ ഇരിക്കുന്നത് കണ്ട്, ടോർച്ചിൻ്റെ വെട്ടത്തിൽ താഴെ ഇരിക്കുന്നത് കണ്ട് ഞങ്ങൾ പരിസരക്കാരെ എല്ലാം കൂടെ വിളിച്ചുണർത്തി കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് വന്ന് പരിശോധിച്ചപ്പോൾ ഇതുപോലെ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതായി കാണുകയും ഞങ്ങൾ പരിസരമെല്ലാം പരിച്ചു പറിക്കുകയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ രാത്രി അപ്പോൾ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചേർന്ന് രാത്രി മൊത്തത്തോടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മറ്റ് കാണിക്ക വഞ്ചികളെല്ലാം അപഹരിക്കാൻ ശ്രമിക്കുന്നതായി ഒക്കെ കാണുകയും അപ്പോൾ തന്നെ പോലീസുകാർ രാത്രി തന്നെ എത്തി പരിസരവും എല്ലാം അരിച്ചു പറിക്കുകയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇയാൾ 2015 കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്. ക്ഷേത്രത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന സജിത് നമ്പൂതിരി കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്രത്തിൽ രാത്രി സമയം എത്തി ക്ഷേത്രത്തിലെ 2 വഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. സജിത് നമ്പൂതിരി ക്ഷേത്രത്തിൽ മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് അഞ്ചൽ ക്രൈം SI രാജശേഖരന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. സമാന കേസിൽ കൊട്ടാരക്കര പോലീസാണ് സജിത് നമ്പൂതിരി അറസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കര പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അഞ്ചൽ വടമൺ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മോഷണം നടത്തിയത് താനാണെന്ന് സജിത് നമ്പൂതിരി പോലീസിനോട് കുറ്റം സമ്മതിച്ചത്. തുടർന്ന് അഞ്ചൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാപ്പ ചുമത്തി നാട് കടത്തിയ യുവാവ് വധശ്രമ കേസിൽ അറസ്റ്റിൽ. ഒറ്റൂർ വെട്ടിമൺകോണം സ്വദേശി അഭിജിത്താണ് അറസ്റ്റിലായത്. കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലായത്. കാപ്പ നിയമപ്രകാരം പോലീസ് നാടുകടത്തിയ അഭിജിത്താണ് വധശ്രമ കേസിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ ജൂലൈ 16-ന് തിരുവനന്തപുരം ജില്ലയിൽ 8 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പോലീസ് ഇയാളെ നാടുകടത്തിയിരുന്നു. എന്നാൽ വിലക്ക് ലംഘിച്ച് തിരിച്ചു വന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലമ്പലം ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വീണ്ടും പിടിയിലാകുന്നത്. കല്ലമ്പലം, കടയ്ക്കാവൂർ, വർക്കല പോലീസ് സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ 8ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കല്ലമ്പലം SHO O ഗോപകുമാർ, SI സുനിൽകുമാർ, ASI ഇർഷാദ്, SPCOമാരായ അസീം, അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാപ്പ ലംഘനത്തിനും വധശ്രമത്തിനും കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയ ഒരു കാൽവെപ്പായി നീണ്ടകര മാരിടൈഫിക്കേഷൻ ആൻഡ് എഡ്യൂട്ടേറ്റ്മെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിക്ക് തുടക്കം. മാരിടൈം എക്സ്പീരിയൻസ് സെന്റർ, മാരിടൈം മ്യൂസിയം, ചെറിയ കപ്പലുകൾ നിർമ്മിക്കുന്ന ഷിപ്പ്യാർഡ് എന്നിവയും ഒരുക്കും. സാമൂഹിക ക്ഷേമ പെൻഷൻ നിർത്തലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ. KSKTU പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. അംബേദ്കറിന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് അക്കാദമിക് ചെയർ സഹായകരമെന്ന് മന്ത്രി KN ബാലഗോപാൽ. അംബേദ്കറിന്റെ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും പ്രാധാന്യമേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ അക്കാദമിക് ചെയർ കൊട്ടാരക്കരയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.